സുഹൃത്തുക്കളെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളവയാണ്. ഇതിൽ തമാശയുടെ ഒരു കണിക പോലുമില്ല. പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ആയതുകൊണ്ട് ഇതിൽ പല ദുരർത്ഥങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ വക്രോക്തികളുണ്ടാകും, പരിഹാസമുണ്ടാകും എന്ന് വിചാരിച്ച് ഇത് കാണുന്നവരുണ്ടെങ്കിൽ തൽക്കാലം ഇവിടെ നിർത്തിപ്പോവുക. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ സീരിയസ് ആണെന്ന് പറയുന്നത് പോലും സീരിയസ് ആയിട്ടാണ്. അതിൽ യാതൊരു കുസൃതിയുമില്ല, യാതൊരു ദുരർത്ഥവുമില്ല. ഇവിടെ പറയാമെന്ന് സഖാവ് പി ജയരാജൻ അവർകൾ നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ചാണ്. പി ജയരാജനെ നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വടകരയിൽ മത്സരിച്ച് തോറ്റതിന് ശേഷം പാർട്ടിക്ക് സാമാന്യം അനഭിമതനാണ്. അദ്ദേഹത്തിന് വലിയ സൈബർ വ്യൂഹത്തിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് കേൾവി. PJ ആർമി എന്ന് പറഞ്ഞ ഒരു വലിയ സൈനിക ദളത്തിൻ്റെ ഫീൽഡ് മാർഷലായിട്ടാണ് പുള്ളി കരുതപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ്. അദ്ദേഹം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് ശോഭന ജോർജ് ഇരുന്ന പദവിയിൽ കുറച്ച് നാൾ ഇരുന്ന ആളാണ്. ഇപ്പോഴും അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും PJ എന്ന് പറഞ്ഞാൽ വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ്. RSSനെതിരായിട്ട് വലിയ ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടുള്ള ആളാണ്. ഒരു തിരുവോണ പുലരിയിൽ ഈ സംഘപരിവാറുകാർ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി അദ്ദേഹത്തെ മാരകമായി പരിക്കേൽപ്പിച്ചാണ്. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആളാണ്. അതേസമയത്ത് ഇദ്ദേഹം വലിയ രക്തദാഹിയായ ഒരു CPMകാരനായിട്ടാണ് കരുതപ്പെടുന്നത്. അരിയിൽ ഷുക്കൂറിനെ കൊന്നതിൻ്റെ പുറകിലും ഷുഹൈബിൻ്റെ കൊലപാതകത്തിൻ്റെ പുറകിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കറുത്ത കൈകളുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ആളെ കണ്ണൂരിൽ നിന്ന് വടകരയിലേക്ക് അയച്ചതും ജയരാജനാണെന്നൊക്കെ ശത്രുക്കൾ പറഞ്ഞു. എനിക്കറിയില്ല. ഏതായാലും ജയരാജൻ ഒട്ടും അഴിമതിയില്ലാത്ത ഒരു നേതാവാണ്. അതേസമയത്ത് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു ഭയങ്കരനാണ് എന്നൊക്കെ കേൾവിയുണ്ട്. അങ്ങനെയുള്ള ജയരാജൻ RSSനോട് വലിയ വിരോധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം സമുദായക്കാരായ സഖാക്കളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ്. ലീഗുകാർക്ക് അദ്ദേഹത്തെ കണ്ടുകൂടാ, കാരണം ഷുക്കൂറിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട്. അങ്ങനെ സഖാവ് ജയരാജൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഒരു പരാമർശമാണ്. വെളിപ്പെടുത്തൽ എന്ന് പറയാനൊന്നുമില്ല, ഒരു പരാമർശമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഹിന്ദു വർഗീയത പോലെ മുസ്ലിം വർഗീയതയും ആവൽക്കരമാണ് എന്ന് മാത്രമല്ല, തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നു. കുറച്ച് ചെറുപ്പക്കാരെങ്കിലും ഇതിലേക്ക് വഴിതെറ്റി പോയിട്ടുണ്ട്. സുന്നികളല്ല, സലഫികളാണ് ഇതിന് ഉത്തരവാദികൾ. പോപ്പുലർ ഫ്രണ്ടിലേക്കും ISലേക്കൊക്കെ ചേരുന്ന ചെറുപ്പക്കാർ ഇങ്ങനെ പെട്ടുപോകുന്നവരാണ് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുത്തും. രണ്ട്, സലഫിസ് ആണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ഈ കാര്യം ജയരാജൻ പറഞ്ഞേക്ക് മുമ്പ് തന്നെ നാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. ലോക്നാഥ് ബെഹ്റ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസം പത്രങ്ങൾക്ക് അനുവദിച്ച ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞാണ്, കേരളത്തിൽ തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്നുണ്ട്, സ്ലീപ്പർ സെല്ലുകളുണ്ട്, അവരെ റാഡിക്കലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സംഗതികൾ നിയമവിധേയമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അന്നും ഇതുപോലെ കുറേ ചർച്ചകളൊക്കെ ഉണ്ടായി. പോലീസ് മേധാവിയാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിച്ചു. സെൻകുമാർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ അനുഭവത്തിലും ചില കാര്യങ്ങളുണ്ട്. എല്ലാ ആളുകളും തീവ്രവാദികളാണെന്നല്ല. നേരത്തെ KM ഷാജി യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ ചെവിയോട്ട് കിടന്നു. ഇസ്ലാമിലെ മുസ്ലിങ്ങളിലെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ മൂവാറ്റുപുഴയിലെ അധ്യാപകൻ്റെ കൈവെട്ടിയ സമയത്തായിരുന്നു. അവരെ ഈ തീവ്രവാദ പാതയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരലാണ് നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം പറഞ്ഞു. KM ഷാജിയും ഡോക്ടർ MK മുനീറും നാട് നീളം നടന്ന് തീവ്രവാദത്തിനെതിരെ പ്രസംഗിച്ചാണ്. അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി അതിൻ്റെ സാമുദായികമായ അസ്തിത്വം ഉറപ്പിച്ചത് ഈ കൈവെട്ട് കേസിന് ശേഷമാണ്. അതിനുശേഷം എടപ്പാളിലോ കുറ്റിപ്പുറത്ത് എവിടെ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൂട്ട് തീവ്രവാദത്തെ അതിശക്തമായി തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. മിതവാദ സമീപനം പുലർത്തുന്ന, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു സാമുദായിക പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതൊരു തീവ്രവാദ പാർട്ടിയോ അല്ലെങ്കിൽ മതരാഷ്ട്ര പാർട്ടിയോ അല്ല. ആ മീറ്റിങ്ങിലേക്ക് പോപ്പുലർ ഫ്രണ്ടിനെയും ക്ഷണിച്ചില്ല, ജമാഅത്തെ ഇസ്ലാമിയെയും ക്ഷണിച്ചില്ല. അങ്ങനെയാണ് ആ മീറ്റിംഗ് നടത്തിയത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷം കിട്ടിയില്ല. എങ്കിൽ പോലും മുസ്ലിം ലീഗിന് വലിയ സ്വീകാര്യത മലബാർ ഭാഗത്ത് കിട്ടി. അവർക്ക് 20 MLA വരെ ഉണ്ടായി. അതൊക്കെ പഴയ കഥയാണ്, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല.
ആ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യവുമാണ്. അഹമ്മദാബാദ് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരും ശിക്ഷിക്കപ്പെട്ടവരുമായ പ്രതികൾ അവർ മലയാളികളുണ്ടായിരുന്നു. 4 പേരെങ്കിലും ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്ക് വധശിക്ഷ വിധിച്ചു. എൻ്റെ നാടായ ആലുവയിൽ നിന്നാണ് 2 പേര് പോയത്. ഈരാറ്റുപേട്ടക്കാരായ ഷിബിലി ഷാദിലി എന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാരിങ്ങനെ മരണശിക്ഷ കാത്ത് അഹമ്മദാബാദിൽ ജയിലിൽ കിടപ്പുണ്ട്. ആലുവക്കാരും കിടപ്പുണ്ട്. മറ്റ് പല തീവ്രവാദ കേസുകളിലും മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കാബൂളിൽ ഗുരുദ്വാര ആക്രമിച്ചതിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് പോയ അയാൾ വെടിയേറ്റ് മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. IS ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അല്ലെങ്കിൽ ഇവിടെ തീവ്രവാദം ഉണ്ടെന്ന് പറയുന്നവരെല്ലാവരും മുസ്ലിം വിരോധികളോ അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ ബാധിച്ചവരാണെന്നും പറയുന്നതിൽ കഥയില്ല. ജയരാജൻ ഇപ്പോഴേ പറഞ്ഞുള്ളൂ എന്നുള്ളൂ. നമുക്കെല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഒരു അതിസൂക്ഷ്മ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഇതിൽ അധികം പേരും CPMകാരായിട്ടാണ് നടക്കുന്നത്. CPMകാരായിട്ട് ഭാവിക്കുന്നവരാണ്. അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞതോ ചെന്നായി തോലിട്ട ആട്ടുകുട്ടികൾ എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. രണ്ടും ഏറെക്കുറെ തുല്യമാണ്. അതുകൊണ്ട് ഇവരൊക്കെ ജയരാജന് കുറച്ചും കൂടി നന്നായിട്ട് അറിയാമായിരിക്കും. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരെയായിട്ടിരുന്ന് പ്രവർത്തിച്ച ആളാണ്. CPMൻ്റെ തന്നെ ഏതൊക്കെ പ്രമുഖ നേതാക്കന്മാരായിട്ട് നമ്മൾ സ്വകാര്യമായിട്ടൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ അവർ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇങ്ങോട്ട് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് സത്യമാണ്. അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. ജയരാജൻ പറഞ്ഞതിനോട് അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. CPMന് അതിന് എന്ത് കർമ്മ പരിപാടിയാണുള്ളത്? ജയരാജനെ പോലെ മഹാന്മാരായ നേതാക്കന്മാരുള്ള പാർട്ടിയാണല്ലോ. സഖാവ് പിണറായി വിജയനാണല്ലോ കേരള മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയുള്ള ആഭ്യന്തരമന്ത്രി. ഇവരുടെ പാർട്ടിക്ക് എന്ത് പരിപാടിയാണുള്ളത്? വായിട്ടലക്കുന്ന ഒഴിച്ച് വായ കൊണ്ട് മദ്ദളം കൂട്ടുന്നതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? അല്ലെങ്കിൽ സലഫിസത്തിൻ്റെ ആപൽക്കരമായ പ്രചരണത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ദേശാഭിമാനി വഴിക്ക് പറ്റുമോ? അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘം വഴിക്ക് പറ്റുമോ? DYFI വഴിക്ക് SFI വഴിക്ക് പറ്റുമോ? സഖാവ് അഭിമന്യുവിനെ കൊന്ന കേസിൻ്റെ വിചാരണ ഇന്നുവരെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സഖാക്കൾക്ക് ദേഷ്യം വരും. അതിൻ്റെ ഒറിജിനൽ റെക്കോർഡ്സ് കോടതിയിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാലും അവർക്ക് കലശലായ ദേഷ്യമുണ്ടാവും. ഈ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് സജി ചെറിയാൻ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ അത് നാട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് എന്നവർ പറയും. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരും RSSകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി 2 പേർ മരിച്ച് ആ ചോരയുടെ മണം അന്തരീക്ഷത്തിൽ നിന്ന് മായുന്നതിന് മുമ്പ് ഇവർക്ക് ആലപ്പുഴയിൽ പ്രകടനം നടത്താൻ ആരാ അനുവാദം കൊടുത്തത് എന്ന് ചോദിച്ചാൽ അവർ ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ മാവിലായിക്കാരാണ് എന്ന് പറയും. ഈ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോട എന്ന മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താനായിട്ട് അനുവാദം കൊടുത്തത് ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തല്ല, തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴും അല്ല, കാരണഭൂതൻ്റെ 1ാം സർക്കാരിൻ്റെ അല്ല 2ാം സർക്കാരിൻ്റെ കാലത്താണ്, 1ാം സർക്കാരിൻ്റെ കാലത്തുമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തീവ്രവാദ സംഘടനകൾക്ക് മകുടി ഊതുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് CPMകാർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റ് പാർട്ടികളുള്ളൂ. മാത്രവുമല്ല മുസ്ലിം ലീഗിനെ ദുർബലമാക്കാൻ വേണ്ടി ഇതുപോലുള്ള പലവിധ ഉടായിപ്പുകൾ ഈ തീവ്രവാദികളെ, മതമൗലികവാദികളെ, മതരാഷ്ട്രവാദികളെയൊക്കെ പ്രീണിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അവിഹിതമായ ചില്ലറ സ്വാധീനങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ വോട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് CPM ആണ്. 1ാം പ്രതി CPM ആണ്. ജയരാജൻ ആ കാര്യം പറഞ്ഞില്ല, എനിക്ക് അതിൽ മാത്രമേ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദീപിക പത്രം ഇന്നലെ തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദീപികയെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റു പത്രങ്ങൾ എഴുതാൻ തുടങ്ങും. കാരണം ജിഹാദികളെ മിക്കവാറും എല്ലാവർക്കും പേടിയാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ സംഗതികൾ പോകുന്ന വഴി ഇതാണ്, വളരെ ആപൽക്കരമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹമാണ് ഈ അപകടം മനസ്സിലാക്കേണ്ടത്. ഈ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതം തൂക്കുമരത്തിലോ അല്ലെങ്കിൽ തടവറയിലോ അവസാനിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും സമുദായ നേതൃത്വം മുന്നോട്ട് വരണം.
പ്രത്യേകിച്ച് സുന്നി സമൂഹം ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വലിയ യാഥാസ്ഥിതികനാണ്, പിന്തിരിപ്പനാണെന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മുസ്ലിം ലീഗ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ രംഗത്ത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് സമസ്തയുടെ 2 വിഭാഗങ്ങളാണ്. അതിൽ തന്നെ കാന്തപുരം വിഭാഗമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. തീവ്രവാദത്തിനെതിരെ ഞാൻ കേട്ടതിൽ ഏറ്റവും ശക്തമായ പ്രസംഗം അത് എറണാകുളം ടൗൺ ഹാളിൻ്റെ മുമ്പിൽ നേരത്തെ ഈ ഷാർലി ഹെബ്ദോ ആക്രമണത്തിന് ശേഷം നടത്തിയ ഒരു മീറ്റിംഗ്, മാളിയേക്കൽ സുലൈമാൻ സക്കാഫി എന്ന് പറഞ്ഞൊരു മതപണ്ഡിതൻ നടത്തിയതാണ്. ആ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നൈന ഘോഷി സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് നടത്തിയ അവസാനത്തെ പ്രസംഗമായിരുന്നു. രണ്ടാമത് സംസാരിച്ചത് സെബാസ്റ്റ്യൻ പോളായിരുന്നു. ഇവർ രണ്ടുപേരും തീവ്രവാദം അത്ര വലിയ കുഴപ്പമൊന്നുമല്ല എന്ന രീതിയിലാണ് സംസാരിച്ചെങ്കിലും ഇവരൊക്കെ തിരുത്തിക്കൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ തീവ്രവാദം മുസ്ലിം സമുദായത്തിന് വളരെ ആപൽക്കരമാണ് എന്ന നിലപാട് സ്വീകരിച്ചത് ഈ സക്കാഫിയാണ്. എനിക്കതിന് മുമ്പ് അദ്ദേഹത്തെ ഒരു പരിചയമില്ല, അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തമായ ഭാഷയിലുള്ള അതിരൂക്ഷമായ പ്രസംഗം കൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഉള്ളൊരു ഉത്തരവാദിത്വം ഈ മതപണ്ഡിതന്മാർക്കുണ്ട്, സമുദായ പരിഷ്കർത്താക്കൾക്കുണ്ട്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്, ഓരോരുത്തർക്കുമുണ്ട്, എനിക്ക് നിങ്ങൾക്കുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു കണിക പോലും തമാശയല്ലെന്നും മുഴുവൻ സീരിയസ് ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.